അല്ല, ഹസ്ബൻഡ് മുസ്ലിമാണ്. അത് ശരി. അപ്പോ അതിനുശേഷമാണ് നിങ്ങൾ മതം മാറാൻ പോയത്? അല്ല, ഞാൻ ഫസ്റ്റ് ഞങ്ങൾ ഇഷ്ടമായിരുന്ന ടൈമിലാണ് മതം മാറാൻ വേണ്ടിട്ട് പോയേ. അപ്പൊ ഇവനിക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും കുഴപ്പമില്ല, ഹിന്ദു എന്തായാലും കുഴപ്പമില്ല. സരണിയിൽ നിങ്ങൾ പോയപ്പോ നിങ്ങളും ഈ വിവാഹത്തിന് വേണ്ടി വന്ന ആളല്ലേ? അല്ല, ഇവർക്ക് കുഴപ്പമില്ല, എന്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല. ഇങ്ങനെ കുഴപ്പമില്ല, ശരി. പക്ഷേ ഇതേ ഹസ്ബൻഡിനല്ലേ പറഞ്ഞു വീട്ടുകാർ അംഗീകരിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞത്? ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ല, അത് എന്റെ ചിന്തയാണ്. ഇല്ല, വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു, അവര് പറഞ്ഞിട്ടില്ല. ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗിലേക്ക് വിളിച്ച ഐഷ എന്ന പെൺകുട്ടിയുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. സത്യത്തിൽ ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരും നിർബന്ധിച്ചതല്ല, താൻ സ്നേഹിക്കുന്ന ആളും പറഞ്ഞിട്ടില്ല, ഏതു മതമായാലും പ്രശ്നമില്ല, തൻ്റെ ഇഷ്ടത്തിന് താൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിലെ അവിടെയുള്ള ആളുകൾ നോമ്പെടുക്കുന്നു, അവരുടെ കൾച്ചറുകൾ കാണുന്നു, തന്നോട് ആരും നിർബന്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റോറി ഫേക്ക് ആണോ ജെന്യൂൻ ആണോ നമുക്കറിയില്ല, എങ്കിലും അതിൽ കേട്ടത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. പിന്നെ ഇതിനെ എങ്ങനെ ലവ് ജിഹാദായിട്ട് അഡ്രസ്സ് ചെയ്യും? മറുനാടൻ വന്നിട്ട് നല്ല വ്യക്തമായിട്ട് പറയുന്നത് ഇത് ലവ് ജിഹാദിന്റെ ട്രാപ്പാണെന്ന് ആ കുട്ടി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിൽ കുറെ ആ കുട്ടിയുടെ കോളിംഗ് ഞാൻ ഇവിടെ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല, കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. താൻ ജനിച്ച ഫാമിലി ഒരു ഹിന്ദു ഫാമിലി, അവിടെ പെൺകുട്ടികളെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ആ കുട്ടി തന്റെ പഴയ പേരോ തന്റെ ഫാമിലിയെ കുറിച്ചോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. പിന്നെ താൻ വിവാഹം കഴിച്ചത് തന്നോട് ആരും മതം മാറാൻ നിർബന്ധിച്ചിട്ടില്ല, തന്റെ ഇഷ്ടത്തിന് പോയതാണ്. പോയതിനു ശേഷം ആ കുട്ടി മനസ്സിലാക്കി കുറെ തെറ്റിദ്ധാരണകളുടെ പുറത്ത് ആ കുട്ടി ഇവിടെ വന്ന് സംസാരിക്കുകയാണ്. പിന്നീട് തന്റെ ഫാമിലി ലൈഫ് നശിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അതിന്റെയും റീസൺ ആ കോളിംഗിൽ വ്യക്തമായി ആ കുട്ടി പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ കേട്ടു നോക്കിയോ. എന്റെ സിസ്റ്ററിനെ നല്ല ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ കെട്ടിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നീ ഓർക്കും നിന്നെ അവർക്ക് ഇഷ്ടമാണെന്നാണ് നിന്റെ വിചാരം, പക്ഷെ അങ്ങനെയല്ല, നിന്നെ അറക്കാൻ ഇട്ടേക്കണ പോത്താണ് നീ. അതായത് നിന്നെ വെച്ചിട്ട് വേണം അവർക്ക് അടുത്ത ആളുകൾ, അതായത് കല്യാണം കഴിപ്പിച്ചിട്ട് ഇത്ര ഓർണമെന്റ്സ്, അവർക്ക് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോ അത് വേണം, അത് ഇവനറിയില്ല, ഇവന്റെ വിചാരം. അതായത് ആ കുട്ടി വിവാഹം കഴിച്ച് ചെന്ന് കയറിയ ആ വീട്, അവിടെ അദ്ദേഹത്തിന്റെ സിസ്റ്ററിനെ കുറെ ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ ഡൗറി സിസ്റ്റം, നമ്മൾ നേരത്തെ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത് കൊടുത്താൽ വിട്ടുന്ന. പക്ഷെ ഈ കുട്ടി അങ്ങനെ ഒരു പ്രണയവിവാഹമായി ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഡൗറിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണമൊന്നും ചെല്ലുന്നില്ല. അതിന്റെ ഒരു അവോയ്ഡ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഈ മതം വരുന്നില്ല കേട്ടോ, ഈ സ്വർണവും പണവുമാണ് വരുന്നത്. അങ്ങനെ ഈ ഇദ്ദേഹം ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നു. ആ കുട്ടിക്ക് മാനസികമായിട്ടോ ഫിസിക്കലായിട്ടോ എന്തെങ്കിലും ക്രൂവലായിട്ടുള്ള പെരുമാറ്റമോ പ്രവർത്തനങ്ങളോ ആ കുട്ടി നേരിട്ടിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ നിയമം ആ കുട്ടിയെ പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ആ കുട്ടിക്ക് കേസ് കൊടുക്കാം. വിവാഹം കഴിച്ച് വഞ്ചിച്ചതിനോ അല്ലെങ്കിൽ ആ കുട്ടിയെ ഫിസിക്കലോ മെന്റലി എങ്ങനെങ്കിലും ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാം. ഇവിടെ എവിടെയാണ് മതം വരുന്നത്? അത് ഞാൻ ചോദിക്കുന്നത്. മതം തീർച്ചയായും ഇസ്ലാം മതത്തിൽ ഒരു നിലക്കും പ്രണയത്തെ, അത് മുസ്ലിം ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയത്തെ പോലും അംഗീകരിക്കാത്ത മതമാണ് ഇസ്ലാം. അതിനെ ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. അൺലോഫുൾ, ഹറാം. ഒരാണും ഒരു പെണ്ണും തമ്മിൽ പ്രണയിക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം. അപ്പൊ ആ ഒരു ഇസ്ലാമിന്റെ ആ ഒരു കൺസെപ്റ്റ് നിൽക്കെ ഒരാളെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമിന്റെ ഏത് തിയറിയാണ്? ഇപ്പൊ ഈ ആരിഫ് ഹുസൈൻ ആണല്ലോ ഇപ്പൊ ഇതിലൊക്കെ നടത്തുന്ന. ആരിഫ് ഹുസൈനോടുള്ള ഒരു ചലഞ്ചായിട്ട് തന്നെ ആരിഫ് ഹുസൈൻ എടുത്തോളൂ. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഏതെങ്കിലും ഒരു ഹിസ്റ്ററിയിൽ നിന്നോ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഹിസ്റ്ററിയും ഖുർആനൊക്കെ ഒരുപാട് പഠിച്ച ആളാണെന്ന് സ്വയം പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വേഴ്സിൽ, ഒരു ആയത്തിൽ അല്ലെങ്കിൽ ഒരു ഹദീസിൽ ഖുർആൻ പ്രണയിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരൂ. ഇസ്ലാമിന്റെ പ്രൊപ്പഗേഷന്റെ മെത്തേഡ് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം എന്താ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരിക്കലും ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ ഈ മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ഒരാളും ഇങ്ങോട്ട് വരണമെന്നോ ഒരാളെ പ്രലോഭിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾ ബേസിക്കലി അയാൾ മുസ്ലിം ആവുകയില്ല. കാരണം അതിന്റെ ബേസിക് മാനദണ്ഡം എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അയാൾ സ്വയം അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് വിശ്വസിക്കണം. അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും സ്വയം മനസ്സിലാക്കി വിശ്വസിച്ചാൽ മാത്രമേ അയാൾക്ക് അയാളൊരു മുസ്ലിം ആവുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രണയിച്ചും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും ടെററിസത്തിലൂടെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്? സത്യത്തിൽ ഇതൊക്കെ ഒരു പക്ക റീച്ചിങ് ബിസിനസ് തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ആ കുട്ടി അവിടെ നിൽക്കുന്ന കൂടെ ഉള്ള കുറച്ച് ആളുകൾ പറഞ്ഞ ഒരു സംഭവം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടി പറയുന്നുണ്ട്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റോറി ഫേക്ക് ആണോ ജെന്യൂൻ ആണോ നമുക്കറിയില്ല. സത്യത്തിൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പോഴത്തേക്ക് ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗിൽ വന്ന് മുഴുവൻ പബ്ലിക്കാക്കുന്ന ഈ കുട്ടിക്ക് ഇത്രയും കാലമായിട്ടും ഒരു ലീഗൽ മൂവ്മെന്റ്സ് തന്നെ ഉപദ്രവിച്ചവർക്കെതിരെ നടത്താത്ത, ഈ രാജ്യത്തിന്റെ നിയമത്തിൽ എന്തുകൊണ്ട് വിശ്വാസമില്ലാതാകുന്നു? അദ്ദേഹം കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ലീഗൽ സപ്പോർട്ടാണ് പുള്ളി പകരം കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ, പുള്ളിയുടെ ഇന്റൻഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ് പുള്ളി ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതെന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ അയാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ വീഡിയോയുടെ ലാസ്റ്റിൽ അയാൾ കൊടുക്കുന്ന കോണ്ടാക്ട്, അയാൾ സജസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ, ആ കുട്ടി എങ്ങോട്ടാണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന്
നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ആ കുട്ടി പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടിക്ക് മെൻസസ് ആയി കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് അവരത് പ്രൂവ് ചെയ്യണം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആ കുട്ടി അതിൽ പറയുന്നുണ്ട്. ഈ സ്ഥാപനം നിൽക്കുന്ന പരിധിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല, ജനപ്രതിനിധികളില്ല, ഒരു ഭരണ സംവിധാനമില്ല. അത്തരത്തിൽ ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ ഒരു ഹരാസ്മെന്റ് നേരിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്ഥാപനത്തിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ നിങ്ങൾ ആരും തയ്യാറാകുന്നില്ല? ഇസ്ലാം ഒരു പെൺകുട്ടിക്ക് മെൻസസ് ആയാൽ ജീവിതത്തിൽ ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഏതൊരു സമയത്തും നിസ്കാരം എന്നുള്ളത് ഇസ്ലാം പൂർണ്ണമായും ചെയ്യണമെന്ന് അനുവദിക്കുന്നതാണ്. ഒരാൾ മറന്നിട്ടോ അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങിപ്പോയിട്ടോ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കണം. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ഈ മെൻസസ് ആകുന്ന ടൈമിൽ പൂർണ്ണമായും നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളൊരു ഫ്രീഡം അത്രയും സ്ത്രീകളെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പൊ ആ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ടെങ്കിൽ, അത് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഇത്തരത്തിൽ അവിടെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ കഴിയുന്നില്ല? അപ്പൊ അതിന്റെ ഫേക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ ആരിഫ് ഹുസൈനോടുള്ള ചലഞ്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ലവ് ജിഹാദിന്റെ പേരിൽ കുറെ പറയുന്നുണ്ടല്ലോ, ഇസ്ലാമിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തിയറിയിലോ കോൺസെപ്റ്റിലോ ഹദീസിലോ ഖുർആനിലോ ഇങ്ങനെ പ്രണയിച്ച് നിങ്ങൾ ഈ മതത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യൂ, അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സംഗതി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ കുറെ ഇൻസിഡൻസ് എടുത്തിട്ട് പ്രണയിക്കുന്നത് ഹൃദയങ്ങൾ തമ്മിലാണ്, മതങ്ങൾ തമ്മിലല്ല. മതം നോക്കിയിട്ടല്ല അവർ പ്രണയിക്കുന്നത്, അത് ഹൃദയങ്ങൾ തമ്മിൽ അവർ പ്രണയിക്കുന്നതാണ്. പ്രണയത്തിന് ശേഷം അവരുടെ ഫാമിലിയുമായി ജോയിന്റ് ആവാൻ വേണ്ടി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിലേക്ക് വരും. മതത്തിന് അവിടെ യാതൊരു പങ്കുമില്ല. ഒരിക്കലും ഒരു ഇസ്ലാമിന്റെ ഒരു തിയറിയിലും ഒരു ഖുർആനിന്റെ ഒരു ആശയങ്ങളിലും പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പ്രണയിച്ച് നിങ്ങളെ മതത്തിലേക്ക് കൊണ്ടുവരാനേ പറയുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഖുർആൻ പഠിച്ച ആളാണ് എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു സമൂഹത്തെ മുഴുവൻ പറ്റിക്കുക.